ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ വളരെ ഗൗരവമുള്ള ഒരു വിഷയം ഇന്ന് സംസാരിക്കുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13, 14, 15 വാക്യങ്ങൾ വായിച്ചാട്ടെ. ആ ദിവസം അതിനെ തെളിവാക്കും, അത് തീയോടെ വെളിപ്പെട്ട് വരും. ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കും എങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെയത്രേ. അതായത് ഓരോരുത്തരും ഈ ഭൂമിയിൽ ചെയ്യുന്ന പ്രവർത്തികളെ ദൈവം തീയിൽ കൂടി ശോധന ചെയ്യും എന്നാണ് ഈ വചനം നമ്മളോട് പറയുന്നത്. പ്രവൃത്തി, നിലനിൽക്കുന്ന പ്രവൃത്തി. ഈ തീക്കകത്തും കൂടെ കയറി ഇറങ്ങുമ്പോൾ കത്തിക്കരിഞ്ഞ് പ്രതിഫലമില്ലാതെ നിൽക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവിടെ കീരിയും ചെങ്കീരിയും ഒക്കെ ആയിരുന്നവന്മാർ അവിടെ വികൃതമായിട്ട്, നമ്മൾ ഒരു ബൈബിളിൻ്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ വസ്ത്രമൊന്നുമില്ലാതെ കരിഞ്ഞ് നാശമായി അവിടെ നിൽക്കുന്നത് എത്ര മോശമായൊരവസ്ഥയായിരിക്കും. അവിടെ ഏക്കാൽ ഇവിടെ കൈ കൊടുത്തവരും ഇവിടെ കിങ്കരന്മാരായിട്ട് നടന്നവരൊന്നും അത് കണ്ടാൽ അവിടെ കൂട്ടത്തിൽ വരികയില്ല. അവിടെ പൊള്ളി വികൃതമായി നടക്കുന്ന ഒരു സാഹചര്യം വളരെ ദയനീയമായിരിക്കും എന്ന് നമുക്ക് ഈ വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒന്ന് രസമായി ചിന്തിക്കാം. ദൈവം ഒരിക്കലൊരു കാര്യം പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഉടമ്പടി ചെയ്താൽ ദൈവം അത് പിന്നെ മാറ്റുന്ന വിഷയമില്ല. പുതിയ നിയമസഭയോട് ദൈവം പറഞ്ഞ ഉടമ്പടി എന്താണെന്ന് 1 കൊരിന്ത്യർ 11:25 നോക്കിക്കേ. ഔവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമം ആകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. പുതിയ നിയമ ഉടമ്പടി എന്ന് പറയുന്നത് നമ്മൾ വായിക്കുമ്പോഴൊക്കെ കാണുന്നത് ഇതാണ്. അതുപോലെ അവിടുന്ന് അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത്, ഈ പാനപാത്രം എൻ്റെ രക്തത്തിലുള്ള പുതിയ നിയമ ഉടമ്പടി, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇന്ന് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കിക്കോണം, ഈ കർത്താവിൻ്റെ അത്താഴം, തിരുവത്താഴം, തമിഴിൽ ഇതിനെ വിളിക്കുന്നത് രാഭോജനം എന്നാണ്. ഇംഗ്ലീഷിൽ ഇതിന് പറയുന്നത് ലോർഡ് സപ്പർ എന്നാണ്. ലോർഡ് സപ്പർ. സപ്പർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഇതിൻ്റെ ശരി വാക്കെന്ന് പറയുന്നത് തിരുവത്താഴം എന്നാണ്. അത്താഴം എന്ന് പറയുന്നത് വൈകിട്ടാണ്. യഹൂദനെ സംബന്ധിച്ച് പെസഹ രാത്രിയിൽ ആചരിക്കേണ്ടതാണ് എന്ന് തന്നെ ഉണ്ടായിരുന്നു. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് 3-ാമത്തെ പെസഹയാണ് താന് തിരു അത്താഴമായി, തമിഴ് പറയുകയാണ് രാഭോജനമായി എടുത്തത്. യേശു ഇതെടുത്തത് കാല് കഴുകിയാണ് എടുത്തത്. പാദങ്ങൾ കഴുകി, പരസ്പരം പാദങ്ങൾ കഴുകി ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളിത് മാതൃക പിന്തുടരണമെന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്. കേരളത്തിൻ്റെ തുടക്കത്തിലെ പെന്തക്കോസ് വിശ്വാസഗോളത്തിൽ ഇത് ചെയ്തിരുന്നു. പിന്നീട് ഇത് മുന്നോട്ട് ഇത് കാലഹരണപ്പെട്ടു പോയി. അവസാനം വന്ന് ന്യൂജൻ പ്രവാചകന്മാർ പറഞ്ഞു, നമ്മുടെ വീട്ടിലെ കപ്പ, ചെണ്ടക്കപ്പയും വേണമെങ്കിൽ കട്ടൻ കാപ്പിയും കൂടെ വെച്ചോണ്ട് ഇത് വേണേൽ നടത്താവുന്ന വരെ ഇവർ പറഞ്ഞു. കാരണം യഹൂദൻ്റെ ഭക്ഷണമായ റൊട്ടി പൊക്കി മുറിച്ചു, അവൻ്റെ പ്രാദേശിക പാനീയമായ മീഞ്ഞെടുത്ത് കുടിച്ചു എന്ന് പറയുന്ന വിധത്തിലേക്ക് വരെ ഇത് തകിടം പറഞ്ഞു. അങ്ങനെ പറഞ്ഞ വ്യക്തികളെയൊക്കെ എനിക്കറിയാം. ചെണ്ടക്കപ്പ വേണേലും കർത്തൃമേശ ആക്കാം, അല്ലെങ്കിൽ തിരുവത്താഴം ആക്കാമെന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. അപ്പോൾ തിരുവത്താഴം എന്നുള്ളത് പഴങ്കഞ്ഞിന്ന് വരെ ആക്കിയവരുണ്ട് നമ്മുടെ നാട്ടിൽ. അത്രത്തോളം ഇത് വീണുപോയി എന്നതാണ്, ഇതിൻ്റെ ഗൗരവം പോയി എന്നുള്ളതാണ് ഓരോരുത്തരുടെ വിഷയം. ചില ഭയങ്കര ആത്മീക പണ്ഡിതന്മാർ എന്ന് ഭാവിക്കുന്നവർ ഇതിൻ്റെ വലിയ സയൻസ് തപ്പി നടക്കുന്ന 1-2 വലിയ പുള്ളികളെ എനിക്കറിയാം. അതിലൊരാൾ പറഞ്ഞതാ, ചെണ്ടക്കപ്പ വെച്ച് വേണമെങ്കിലും നമുക്ക് തിരുവത്താഴം നടത്താവുന്നല്ല, കർത്തൃമേശ നടത്താമെന്നാണ് പറഞ്ഞത്. എന്നാൽ ബൈബിളിൻ്റെ വ്യവസ്ഥയിൽ പറയുന്നത് അങ്ങനെയല്ല. ഇവിടെ ഒരു മർമ്മവും കൂടെ കിടപ്പുണ്ട്. ആ മർമ്മം ഇതാണ് പറയുന്നത്, അതുപോലെ അവിടുന്ന് അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് സ്തോത്രം ചെയ്തെന്ന, അതായത് അപ്പം തിന്ന് കഴിഞ്ഞ്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ ഈ അപ്പം വീഞ്ഞിൽ മുക്കി കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. വളരെ ശ്രദ്ധിച്ചോണം. അപ്പം വീഞ്ഞിൽ മുക്കി വാങ്ങിക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചോണം. എന്നാ സംഭവിക്കുന്നു? യോഹന്നാൻ 13 എടുത്തേ. യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 26-27. ഞാൻ അപ്പഖണ്ഡം മുക്കി
കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. ഖണ്ഡം മുക്കി ശിമോൻ ഈസ്കറിയാത്താവിന്റെ മകനായ യൂദായ്ക്ക് കൊടുത്തു. ഖണ്ഡം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. യേശു മതി. അത് എന്നു വെച്ചാൽ ഈ സത്യവേദ പുസ്തകം സത്യം പറഞ്ഞാൽ ഇതുപോലെ ദ്രോഹം വിശ്വാസികളോട് ചെയ്യുന്ന ഒരു സാധനമില്ല. കണ്ടം എന്ത് ചെയ്യാവുന്ന പറ. ഇതെഴുതിയ കാലത്ത് അന്ന് ഈ പുസ്തകം എഴുതാൻ വേണ്ടി സായിപ്പ് ഇംഗ്ലീഷിൽ ഈ പുസ്തകം കൊണ്ട് ഇവിടെ വരുമ്പം ഇംഗ്ലീഷും മലയാളവും കൂടെ അറിയാവുന്നവരാരും ഇല്ലായിരുന്നു. അന്ന് ഇതറിയാവുന്ന ഒരു പട്ടറേ ഉള്ളായിരുന്നു. അങ്ങേര് വന്നിട്ട് അങ്ങേക്ക് അറിയാവുന്ന വാക്കുകളെല്ലാം കൂടെ വെച്ച് അടിച്ച് കയറ്റി വിട്ടതാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് ഇത്രയും തിരിഞ്ഞപ്പോഴെങ്കിലും ഇതിൻ്റെ ആളുകൾക്ക് ഇതിനകത്തൊരു ബോധം ഉണ്ടായിട്ട് ഇവന്മാരിത് മനുഷ്യന് മനസ്സിലാകുന്ന പോലെ എഴുതി വെക്കണ്ടേ. അവന്മാർ ഓരോ പ്രാവശ്യം പുതിയ ഓരോ തർജ്ജിമ ഇറങ്ങുമ്പം വീണ്ടും മനുഷ്യന് മനസ്സിലാകാത്ത രീതിയിൽ എഴുതി വെക്കുന്നത്. ഇതിങ്ങനെ എഴുതി വെച്ചില്ലെങ്കിൽ ഏതാണ്ട് വലിയ നാണക്കേട് പോലെയാണ് ചിന്തിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായത്തിൽ വളരെ യോഗ്യമായിട്ട് NIV ബൈബിളുകാരൻ എഴുതിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ സത്യവേദ പുസ്തകം ഉപയോഗിക്കുന്നതിലും നല്ലത് മാത്യൂസ് വർഗീസിൻ്റെ ഒരു പുതിയ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കുറച്ചുകൂടെ ലളിതമാണ്, കുറച്ചുകൂടെ സിമ്പിളാണ്, കുറച്ചുകൂടെ നേരാണ്, കുറച്ചുകൂടെ നെറിയാണ്. 200 രൂപ എങ്ങാണ്ടേ ആ ബൈബിളിന് വിലയുള്ളൂ. ഇതിനകത്ത് പകുതി മുക്കാലും തെറ്റാണ് എഴുതി വെച്ചേക്കുന്നത്. ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്നു 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, 13-ാമത്തെ അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ, അതിന് യേശു ഉത്തരം പറഞ്ഞു, ഈ അപ്പക്കഷണം മുക്കി ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവർ തന്നെ. അപ്പക്കഷണം എന്ന് എഴുതിയാൽ പോരെ. പിന്നീട് അദ്ദേഹം അപ്പം മുക്കി ശിമോൻ്റെ മകനായ യൂദ ഇസ്കരിയാത്താവിന് കൊടുത്തു. അപ്പം വാങ്ങിയ ഉടനെ സാത്താൻ അയാളിൽ പ്രവേശിച്ചു. ഞാൻ എന്നെ ശ്രമിക്കുന്ന, ഇതിപ്പോൾ പെന്തക്കോസുകാർ മാത്രമൊന്നും അല്ലല്ലോ ഈ പ്രസംഗം കേൾക്കുന്ന ഓരോ മനുഷ്യനോടും പറയട്ടെ, ഈ അപ്പം അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്താണ് ശിഷ്യന്മാർക്ക് കൊടുത്തത്. പക്ഷേ യൂദായ്ക്ക് അപ്പം ഈ വീഞ്ഞിൽ മുക്കി അങ്ങ് കൊടുത്തു. ഇവിടെ എഴുതിയേക്കുക, അപ്പം വാങ്ങിയ ഉടനെ സാത്താൻ അയാളിൽ പ്രവേശിച്ചു. അതായത് ഇങ്ങനെ മേടിച്ചാൽ സാത്താൻ ഉള്ളിൽ കയറും. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്കൊരു വെളിച്ചം കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് 90% ആളുകൾക്ക് ഈ വചനത്തിൻ്റെ സത്യം ഗ്രഹിക്കാൻ പറ്റാതെ പോകുന്നത്. അതിൻ്റെ മർമ്മം ഇതാ. വചനം അത് തന്നെ കിടക്കുന്നത്. അപ്പം വാങ്ങിയ ഉടനെ കൃത്യമായിട്ട് കേൾക്കുന്നത്, അപ്പക്കഷണം മുക്കി ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവൻ തന്നെ. ഇവിടെ താഴെ എഴുതിയേക്കുന്ന അപ്പം വാങ്ങിയ ഉടനെ സാത്താൻ അയാളിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ അപ്പം എടുത്ത് മുക്കി അങ്ങോട്ട് കൊടുത്തു. അതോടെ സാത്താനകത്ത് കയറി. പിന്നീട് അവൻ ഒന്നും മനസ്സിലായില്ലെന്നുള്ളതാണ് സത്യത്തിൽ സത്യം. അതുകൊണ്ട് ഈ അപ്പം മുക്കി മേടിക്കുന്നവർ ചിന്തിച്ചോണം, വെളിവും വെള്ളിയാഴ്ച എല്ലാം പോകും. പുതിയ നിയമമായ ഉടമ്പടി എഴുതിയത് മഷി കൊണ്ടല്ല, രക്തം കൊണ്ടാണ്. രക്തം കൊണ്ട് എഴുതിയ ഉടമ്പടിക്ക് മുകളിൽ മറ്റൊരു ഉടമ്പടി വെക്കാൻ ദൈവം ആരെ അനുവദിക്കുകയില്ല. സഭ തുടങ്ങുന്ന കാലഘട്ടത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് പറഞ്ഞ കാര്യമാണ്, വചനം വെച്ച് അപ്പസ്തോലന്മാർ ചെയ്തിരുന്നു. ഈ സഭ തുടങ്ങിയ കാലത്ത് തന്നെ ഈ പരിശുദ്ധാത്മാവിനപ്പുറം ഈ അപ്പസ്തോലന്മാർ ചെയ്തിരുന്നു. അപ്പസ്തോലന്മാർ ചെയ്തൊരു കാര്യം അപ്പസ്തോല പ്രവൃത്തി 1:20 സങ്കീർത്തന പുസ്തകത്തിൽ അവന്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അതിലാരും പാർക്കാതിരിക്കട്ടെ എന്നും അവന്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തന് ലഭിക്കട്ടെ എന്നും എഴുതിയിരിക്കുന്നു. അതായത് ഈ യൂദ ഒഴിഞ്ഞുപോയ സ്ഥാനത്തിനൊരു വചനമൊക്കെ തപ്പിയെടുത്തിട്ട് അതിനനുസരിച്ച് വെച്ചോണ്ട് ഈ അപ്പസ്തോലന്മാർ ഒരുത്തനെ നാർക്കിട്ടെടുത്തു. അവൻ്റെ പേരാണ് മത്തിയാസ്. ഈ മത്തിയാസിൻ്റെ റോൾ എന്നതാണെന്ന് പിന്നീട് ചരിത്രത്തിൽ ഈ മത്തിയാസ് ഇല്ലായിരുന്നു. ഒരു ന്യൂജൻ സഭയിൽ ഒരിക്കൽ പ്രസംഗിക്കുന്നത് കേട്ടു, നിങ്ങളും മത്തിയാസിനെ പോലെ കൂട്ടത്തിൽ നടന്നോളാം, എന്നെങ്കിലും കുറി വീഴുമെന്ന്. ഈ എന്നെങ്കിലും കുറി വീഴുമെന്നും പറഞ്ഞ് ഇങ്ങനെ കൂട്ടത്തിൽ നടക്കുക. കൂട്ടത്തിൽ നടന്നാൽ എന്നാ നിങ്ങൾ ചരിത്രത്തിൽ ഇല്ലെന്നായി പോവും. ഇപ്പോൾ ഇതൊക്കെ വന്ന് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റർമാരും പരമ്പരാഗത സഭകളാണെങ്കിൽ പാസ്റ്ററുടെ കൊച്ചമ്മ, അച്ഛൻ്റെ കൊച്ചമ്മ എന്നൊക്കെ പറയായിരുന്നു. ഇപ്പോൾ അതൊക്കെ പോയിട്ടുണ്ടല്ലോ. ഇപ്പോൾ അതൊക്കെ പോയിട്ട് പാസ്റ്റർമാരുടെ ഭാര്യമാരും പാസ്റ്റർമാരാകുക. പാസ്റ്റർ കുഞ്ഞമ്മ, പാസ്റ്റർ മേരിക്കുട്ടി, പാസ്റ്റർ സാറാമ്മ, പാസ്റ്റർ ഒറോദ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ സഹിതം പാസ്റ്റർമാരായി മാറുക. ബൈബിൾ ഇതൊന്നും ഉള്ളതുമല്ല, ബൈബിളിൻ്റെ അടിസ്ഥാനവുമല്ല. ഇനി കുറച്ച് കഴിയുമ്പോൾ കേൾക്കാം അപ്പസ്തോൽ കൊച്ചമ്മ, അപ്പസ്തോൽ കുഞ്ഞമ്മ, അപ്പസ്തോൽ ഒറോദ, സകലദാന പരിപാടിയും ഇതിനകത്ത് വന്ന് കയറും. ഇതിങ്ങനെയൊരു അവസ്ഥയിലേക്ക് ഇത് തകിടം മറിഞ്ഞു പോയി. പക്ഷെ 12-ാമനായിട്ട് പൗലോസിനെ എടുക്കാൻ ദൈവത്തിന് പദ്ധതിയായിരുന്നു. ദൈവം സമയത്ത് അത് എടുത്തു. ദൈവം ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നു. അതുകൊണ്ട് വിശ്വാസിയോട് ഞാൻ പറയട്ടെ, മത്തിയാസിനെ പോലെ പുറകെ നടന്നാലൊന്നും ആകാൻ പോകുന്നില്ല. ചരിത്രത്തിലില്ലെന്നായി പോകും. ഈ പാസ്റ്റർ കൊച്ചമ്മമാർ, ഈ പറയുന്ന പോലെയുള്ള പാസ്റ്റർ ഒറോദ, പാസ്റ്റർ കുഞ്ഞമ്മ,
പാസ്റ്റർ ഓമന, പാസ്റ്റർ ലീലാമ്മ, ഇതൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല. ഇതൊന്നും ചരിത്രത്തിൽ പോലും കാണുകയില്ല. ഇതെല്ലാം കളത്തിന് വെളിയിൽ പോവുകയുള്ളൂ. ഈ ഉടനടി ശിക്ഷാവിധി ഇല്ല എന്നോർത്ത് എന്നാ വേണം ചെയ്യാവുന്നൊന്നും ചിന്തിക്കരുത്. അറിവില്ലാത്ത വിശ്വാസിയോട് ചിലപ്പം ദൈവം ക്ഷമിച്ചേക്കും. എന്നാൽ അറിയാവുന്ന നേതാക്കന്മാരെ ദൈവം വിടുക എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ മറിയത്തിൻ്റെ അടുത്ത് ദൂതം വന്ന് പറഞ്ഞ കാര്യവും സെക്കറിയാവിൻ്റെ അടുത്ത് ദൂതം വന്ന് പറഞ്ഞ കാര്യവും ഒറ്റ കാര്യമാണ്. പക്ഷേ മറിയം സംശയം ചോദിച്ചിട്ടും മറിയത്തിനെ ശിക്ഷിച്ചു ഒന്നുമില്ല. സെക്കറിയാവ് സംശയം ചോദിച്ചാൽ സെക്കറിയാവിന് പണിയും കിട്ടി. അതുകൊണ്ട് നേതാക്കന്മാരൊന്ന് ചിന്തിച്ചോണം, പെണ്ണുങ്ങളെയെല്ലാം പാസ്റ്റർമാരാക്കുമ്പോൾ ചിന്തിച്ചോണം, ഇത് വചനത്തിൻ്റെ വ്യവസ്ഥയൊന്നും അല്ലാത്തതുകൊണ്ട് ഒരെണ്ണം ചരിത്രത്തിനകത്ത് പോലും കാണുകയില്ല. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, അപ്പം മുക്കി സ്വീകരിക്കുമ്പോൾ സാത്താനുള്ളിൽ കയറുമെന്നുള്ള സത്യം ഗ്രഹിപ്പാൻ കേൾവിക്കാരുടെ ഹൃദയങ്ങളെ അങ്ങ് തുറക്കണമേ. അത് വെച്ച് വചനം ചിന്തിക്കുവാൻ, ഈ മുക്കിയുള്ള അപ്പം മേടിയിൽ ഒഴിവാക്കിയിട്ട് ശുദ്ധതയോടെ ദൈവവചനത്തിൽ അന്വേഷിച്ച് സത്യം ഗ്രഹിച്ച് വെളിയിലിറങ്ങി യേശുവിനെ രക്ഷിതാവും നാഥനും കർത്താവുമായി സ്വീകരിച്ച് സ്നാനപ്പെട്ട യഥാർത്ഥ ദൈവസഭയോട് ചേരുവാൻ പ്രസംഗം കേൾക്കുന്ന വ്യക്തികളെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരിത് കേൾക്കുവാനും ഇടയാക്കണമേ, കൃപയാൽ നടത്തണമേ. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.